ഈ സിന്ധു നദിയിലൂടെ ചോര ഒഴുക്കുമെന്ന് പറഞ്ഞ ബിലാവൽ ഭൂട്ടോ ഇന്നലെ പറഞ്ഞത് ഭീകരതയ്ക്കെതിരെ ഇന്ത്യയുമായി കൈകോർക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളതാണ്. പാകിസ്ഥാന്റെ ഭീകരരെ പാക് മന്ത്രിമാരടക്കം സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്നാണ് വിശേഷിപ്പിച്ചത്. അപ്പോൾ ഒരു നയതന്ത്ര തിരിച്ചടിയിൽ മാത്രം ഇന്ത്യ ഒതുങ്ങും, ഇന്ത്യയുടെ തിരിച്ചടി അതിൽ മാത്രം നിൽക്കുമെന്ന് പ്രതീക്ഷിച്ച പാകിസ്ഥാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത രീതിയിൽ റാവൽപിണ്ടിയിലെ ഓരോ നേതാക്കളുടെയും ഉറക്കം കെടുത്തിയിരിക്കുന്നു. ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ നമ്മൾ കൊടുത്ത പ്രത്യാക്രമണം, പെഹൽഗാമിൽ സിന്ധൂരം നഷ്ടപ്പെട്ട ഓരോ സ്ത്രീയുടെയും കണ്ണുനീരിന് ഇന്ത്യ തക്കതായ മറുപടി നൽകിയിരിക്കുന്നു. ഹർഷൻ, നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? സേതു, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വളരെ സൂക്ഷ്മമായ കരുതലോടെയുള്ള തയ്യാറെടുപ്പുകൾക്ക് ശേഷമാണ് ഇന്ത്യ ഇങ്ങനെ ഒരു ആക്രമണം പാകിസ്ഥാന്റെ മണ്ണിൽ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അത് പ്രധാനമായും POKയിലെ 5 കേന്ദ്രങ്ങളിലും പാകിസ്ഥാനുള്ളിൽ തന്നെയുള്ള 4 ഭീകരവാദ കേന്ദ്രങ്ങളിലുമാണ് ആക്രമണം നടത്തിയത്. ജെയ്ഷെ മുഹമ്മദിനെയും ലഷ്കർ ഇ ത്വയ്ബയെയും നേരിട്ട് ലക്ഷ്യമിട്ട് അവരുടെ ഫാക്ടറികളുണ്ടല്ലോ, ഈ ഭീകരവാദികളെ വിരിയിച്ചെടുക്കുന്ന ഹാച്ചറികൾ, അവിടേക്ക് നേരിട്ടുള്ള ആക്രമണമാണ് നടത്തിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇതിൻ്റെ തയ്യാറെടുപ്പുകൾ സംബന്ധിച്ചാണ്. ഇന്ത്യ ഇതിനുവേണ്ടി നടത്തിയ തയ്യാറെടുപ്പുകൾ സംബന്ധിച്ചാണ്. വളരെ പെട്ടെന്നുള്ള ഒരു തിരിച്ചടിയോ ഒരു ആക്രമണമോ അല്ല ഇന്ത്യ നടത്തിയത്. കൃത്യമായി അവിടുത്തെ സാമ്പത്തിക സാഹചര്യങ്ങളെ ഏതെങ്കിലും തരത്തിൽ അട്ടിമറിക്കുന്നതിനോ അല്ലെങ്കിൽ അവിടുത്തെ സിവിലിയന്മാരുടെ ജീവിതത്തെ ഏതെങ്കിലും തരത്തിൽ പ്രതിസന്ധിയിലാക്കുന്നതിനോ സൈന്യത്തെ നേരിട്ട് ആക്രമിക്കുന്നതിനോ ഇന്ത്യ തയ്യാറായിട്ടില്ല എന്നതാണ് ഈ ആക്രമണത്തിന് ഏറ്റവും ശ്രദ്ധേയം. വളരെ കൃത്യമായി അവിടുത്തെ ഭീകരവാദ കേന്ദ്രങ്ങൾ തന്നെയാണ്, ലഷ്കർ ഇ ത്വയ്ബയുടെയും ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെയും ഭീകരവാദ കേന്ദ്രങ്ങൾ തന്നെയാണ് നേരിട്ട് ഇന്ത്യ ആക്രമിച്ചത് എന്നതാണ് ഇന്നത്തെ ഈ നടപടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 80 പേരെ, അതായത് നേരിട്ട് പലതരത്തിൽ ഇവിടെ പ്രാദേശികമായി സഹായിച്ച 80 പേരെ ആദ്യം തന്നെ കസ്റ്റഡിയിലെടുത്തു. ഏതെല്ലാമാണ് ഈ കേന്ദ്രങ്ങൾ എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ അവരിൽ നിന്ന് ശേഖരിച്ചു. നേരത്തെ തന്നെ ഇന്ത്യക്ക് കൈവശമുണ്ടായിരുന്ന വിവരങ്ങളെല്ലാം സമാഹരിച്ചു. അതിനുശേഷം ഈ ആക്രമണം നടത്തുന്നതിന് കൃത്യമായ, വളരെ പ്രിസൈസ്ഡായ ഓപ്പറേഷൻ നടത്തുന്നതിന് കൃത്യമായ ഈ ഭീകര കേന്ദ്രങ്ങളിലേക്ക് തന്നെ എത്തുന്ന തരത്തിലുള്ള യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ചു എന്നതെല്ലാമാണ് ഈ ആക്രമണത്തെ ഏറ്റവും പ്രത്യേകതയുള്ളതാക്കുന്നത്. മാത്രമല്ല, ഇതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നിരവധി വാർത്തകൾ, തെറ്റായ വിവരങ്ങളാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വിവിധ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വഴി വ്യാപകമായി പ്രചരിപ്പിക്കുന്നത്. ഇന്ത്യയുടെ 5 വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നൊക്കെയുള്ള തെറ്റായ വിവരങ്ങൾ തുടർച്ചയായി പ്രചരിപ്പിക്കാൻ പാകിസ്ഥാന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ശ്രമിക്കുന്നുണ്ട്. അതിൽ ആരും വീണു പോകരുത് എന്നുകൂടി നമുക്ക് ഇപ്പോൾ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. കാരണം ഇന്ത്യൻ ഉദ്യോഗസ്ഥരുടെ പേരുകളിലുള്ള എക്സ് ഹാൻഡിലുകൾ വഴിയൊക്കെയാണ് ഇവർ വ്യാപകമായി, ഇതെല്ലാം പ്രൊപ്പഗാൻഡ ഹാൻഡിലുകളാണ്, അതുവഴിയാണ് വ്യാപകമായി തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത്. അതിനെയും കൃത്യമായി നേരിടാൻ നമുക്ക് ഈ ഘട്ടത്തിൽ കഴിയുന്നുണ്ട് എന്നാണ്. സോഷ്യൽ മീഡിയ വഴിയും അല്ലെങ്കിൽ മറ്റ് സൈബർ ആക്രമണങ്ങളെയും എല്ലാം തന്നെ ഇതിൻ്റെ തുടർച്ചയായി സംഭവിക്കുന്നതിനെയും കൃത്യമായി നേരിടാൻ നമുക്ക് കഴിയുന്നുണ്ട് എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്ന വിവരം. ഈ ആക്രമണത്തിൻ്റെ മറ്റ് സാധ്യതകൾ, മറ്റ് സാഹചര്യം പരിശോധിച്ചാൽ ആക്രമണം ഉണ്ടാകുമ്പോൾ തന്നെ വളരെ പെട്ടെന്ന് ഇതെവിടെയാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്, ഭീകരവാദ കേന്ദ്രങ്ങളിൽ മാത്രമാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നെല്ലാമുള്ള വിവരങ്ങൾ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത, ഇന്ത്യയോട് സഹകരിക്കുന്ന രാജ്യങ്ങളെ അപ്പോഴപ്പോൾ അറിയിക്കാനും നമ്മൾ തയ്യാറായി എന്നുള്ളതാണ്. അതായത് ഇത് ഒരേ സമയം ഒരു നയതന്ത്ര ഓപ്പറേഷനും അതേസമയം പാകിസ്ഥാന്റെ മണ്ണിൽ തന്നെ നേരിട്ട് കടന്നു കയറിയുള്ള ഒരാക്രമണവും, ഇത് രണ്ടുമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ 15 ദിവസങ്ങൾക്കിടയിൽ മിക്കവാറും എല്ലാ രാജ്യങ്ങളെയും തന്നെ ഇന്ത്യയുടെ നിലപാട് എന്താണെന്ന് ബോധ്യപ്പെടുത്താൻ ഇന്ത്യൻ നേതൃത്വത്തിന് കഴിഞ്ഞിരിക്കുന്നു. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളെ, ഇസ്രായേൽ അടക്കമുള്ള രാജ്യങ്ങളുടെ, റഷ്യയുടെ ഒക്കെ പിന്തുണ ഒറ്റയടിക്ക് സമ്പാദിക്കാനും ഇന്ത്യക്ക് കഴിഞ്ഞിരിക്കുന്നു. എന്തൊക്കെയായാലും വളരെ അവധാനതയോടെ തന്നെയായിരിക്കും ഈ രാജ്യം. റഫാൽ യുദ്ധവിമാനങ്ങളിൽ നിന്നാണ് ഇന്ത്യൻ സൈന്യം ഈ സ്കാൽപ് മിസൈലുകളും ഹാമർ ബോംബുകളും ഒക്കെ ഈ തൊടുത്തുവിട്ട് ഭീകര കേന്ദ്രങ്ങളെ നിർജീവമാക്കി കളഞ്ഞത്. അപ്പോഴും ഇന്ത്യൻ സൈന്യം പറയുന്ന ഒരു കാര്യമുണ്ട് ഹർഷൻ, ഇത് ഓപ്പറേഷൻ സിന്ധൂറിന്റെ ആദ്യ ഘട്ടം മാത്രമാണെന്ന്. അങ്ങനെയെങ്കിൽ ഇനി നമ്മൾ ഒരു 2ാം ഘട്ടം കൂടി പ്രതീക്ഷിക്കണോ? അല്ല, അത് തീർച്ചയായും അങ്ങനെ തുടർച്ചയായ ഒരാക്രമണം ഉണ്ടാകുമോ എന്ന് നമുക്കിപ്പോൾ പ്രവചിക്കാൻ കഴിയില്ല. പക്ഷേ ഡിഫൻസ് മിനിസ്ട്രിയുടെ വാർത്താക്കുറിപ്പ് നമ്മൾ കൃത്യമായി ശ്രദ്ധിച്ചാൽ ഇത് അവസാനത്തെ ആക്രമണമാണ്, അല്ലെങ്കിൽ ഇതുകൊണ്ട് അവസാനിച്ചു എന്ന മട്ടിലല്ല ആ വാർത്താക്കുറിപ്പ് കാര്യങ്ങളെ പറഞ്ഞു വയ്ക്കുന്നത്. ഇത് ആക്രമണം ആരംഭിക്കുന്നു എന്ന മട്ടിലാണ്. അപ്പോൾ ഒരുപക്ഷെ ഇതിൻ്റെ ഒരു തുടർച്ച ഉണ്ടായേക്കാം. പക്ഷേ ഇന്ത്യയുടെ ഇതുവരെയുള്ള നീക്കം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുക, അവധാനതയോടെ വളരെ തന്ത്രപരമായി, നയതന്ത്രപരമായി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നു എന്നതുകൂടിയാണ് മനസ്സിലാക്കേണ്ടത്. ഈ ഒരു തിരിച്ചടിയിൽ
തീർച്ചയായും നമ്മുടെ ദേശീയ നേതൃത്വത്തോട് ഒക്കെ നമുക്ക് കുറച്ചുകൂടി അഭിമാനവും ബഹുമാനവും തോന്നുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്ന രീതിയിൽ ഇത് കൈകാര്യം ചെയ്തു എന്നത് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാതിരിക്കാനാവില്ല. കാരണം അവർ ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത് ആദ്യം തന്നെ അഗ്രസീവായ കമൻറ്റുകളിലൂടെ നേരെ തിരിച്ചു കയറി ആക്രമിക്കുക എന്ന നടപടിയല്ല ചെയ്തത്. വളരെ സൂക്ഷ്മമായി കഴിഞ്ഞ 10-12 ദിവസം തുടർച്ചയായി പാകിസ്ഥാൻ എത്രമേൽ സമ്മർദ്ദത്തിലായിരിക്കും എന്നതുകൂടി നമ്മൾ ഓർക്കണം. ഇന്ത്യയുടെ ഓരോ തയ്യാറെടുപ്പും അവർക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. ആ നിലയ്ക്ക് അവർ വലിയ സമ്മർദ്ദത്തിൽ കൂടിയായിരുന്നു. ആ സമ്മർദ്ദത്തിനൊടുവിലാണ് എവിടെയാണ് ഇന്ത്യ ആക്രമിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ഇന്നലത്തെ ആക്രമണത്തിലൂടെ വ്യക്തമായിരിക്കുന്നത്. ആ സമ്മർദ്ദം കൊടുത്തുകൊണ്ട് ആദ്യം നയതന്ത്രപരമായ നീക്കങ്ങളെല്ലാം ഓരോന്നും ഘട്ടം ഘട്ടമായി നടത്തി. ഇന്ത്യ സൈനികമായി സജ്ജമാണ് എന്ന് കൃത്യമായി അറിയിച്ചു. 3 സൈനിക മേധാവികളുടെയും യോഗം വിളിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രതിപക്ഷ നേതാക്കളെ അടക്കം വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ആ നിലയ്ക്കുള്ള ഒരു നീക്കം ഉണ്ടാകുന്നു. രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തുന്നു. ഈ ആക്രമണത്തിന് ശേഷവും പ്രതിപക്ഷവുമായി ചർച്ച നടക്കുന്നു. അങ്ങനെ രാജ്യം ഒറ്റക്കെട്ടാണ് എന്ന പ്രതീതി പാകിസ്ഥാനിലടക്കം ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിഷയം. കാരണം പാകിസ്ഥാനിൽ നിന്ന് വന്ന പ്രതികരണങ്ങൾ നോക്കൂ. അവിടെ ഓരോ നേതാക്കളും പ്രധാനമന്ത്രി പറയുന്നത് പോലെയല്ല അവിടുത്തെ വിദേശകാര്യമന്ത്രി പറയുന്നത്, അതുപോലെയല്ല അവിടുത്തെ പ്രതിരോധ മന്ത്രി പറയുന്നത്, എല്ലാം അതുപോലെയല്ല അവിടുത്തെ സൈനിക മേധാവി പറയുന്നത്. വ്യത്യസ്തമായ ചിതറിയ പ്രതികരണങ്ങളാണ് ആദ്യഘട്ടം മുതൽ പാകിസ്ഥാനിൽ നിന്ന് നമ്മൾ കണ്ടത്. ആ സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒറ്റക്കെട്ടായി ഇന്ത്യ ഈ കാര്യത്തിൽ നിലപാടെടുക്കുന്നു. തീർച്ചയായും സുരക്ഷാ വീഴ്ചയെക്കുറിച്ചൊക്കെയുള്ള വലിയ ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതെല്ലാം ആഭ്യന്തരമായി നമ്മൾ ചർച്ച ചെയ്യും. ആഭ്യന്തരമായി ആ പ്രശ്നങ്ങൾ പരിഹരിക്കും. അതിനപ്പുറം ഈ രാജ്യത്തേക്ക് കടന്നു കയറിയുള്ള ആക്രമണത്തെ ഒറ്റക്കെട്ടായി നമ്മൾ ചെറുക്കുമെന്നുള്ള സന്ദേശം കൃത്യമായി കൊടുക്കാൻ ഈ ഘട്ടത്തിൽ ഇന്ത്യക്ക് കഴിഞ്ഞിരിക്കുന്നു. ശക്തമായ ആക്രമണം അങ്ങനെ പാകിസ്ഥാന്റെ മണ്ണിൽ തന്നെ നടത്തിയിരിക്കുന്നു. 1971 ശേഷം ഈ നിലയ്ക്ക് ഇപ്പോൾ ബാലാക്കോട്ട് ആക്രമണം ഉണ്ടായത് ഒഴിച്ചാൽ അതിനപ്പുറത്ത് കൃത്യമായി 9 കേന്ദ്രങ്ങളിലേക്ക് സൂക്ഷ്മമായി, അതിൽ 4 പാകിസ്ഥാനിൽ തന്നെയുള്ള കേന്ദ്രങ്ങളിലേക്ക് അതിർത്തി കടന്നു കയറിയുള്ള ആക്രമണം ഒറ്റയടിക്കുണ്ടാവുന്നത് ഇതാദ്യമായാണ്. ആ 9 കേന്ദ്രങ്ങളിലും ഭീകരവാദ കേന്ദ്രങ്ങളെ തന്നെയാണ് നമ്മൾ ആക്രമിച്ചിട്ടുള്ളത് എന്ന് ഈ സഖ്യശക്തികളെ എല്ലാം ബോധ്യപ്പെടുത്താൻ ഈ ഘട്ടത്തിൽ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ തുർക്കി മാത്രമാണ് ഇപ്പോൾ പാകിസ്ഥാന് പിന്തുണയുമായി എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ അന്താരാഷ്ട്ര തലത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ നിർണായകമാണല്ലോ. ട്രംപ് അടക്കമുള്ളവർ ഈ ഒരു സംഘർഷ സാധ്യത നിലനിൽക്കുന്നു എന്നതിനെയും ആക്രമണത്തെ തന്നെയും തൊട്ടടുത്ത മണിക്കൂറിലോ മിനിറ്റിലോ തന്നെ അതിനോട് പ്രതികരിച്ചുകൊണ്ട് ഇത് എത്രത്തോളം ഗൗരവതരമാണ്, ലോകം എങ്ങനെയാണ് ഈ വിഷയത്തെ കാണേണ്ടത് എന്നതിൻ്റെ ഒരു സൂചന കൃത്യമായി ഈ ലോക നേതാക്കൾ തന്നെ നൽകുന്നുണ്ട്, വിവിധ രാഷ്ട്ര നേതാക്കൾ തന്നെ നൽകുന്നുണ്ട്. ആ നിലയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സൈനിക നീക്കത്തിലേക്ക് ഇന്ത്യ കടന്നിരിക്കുന്നു. ഇതിൻ്റെ വിശദാംശങ്ങൾ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ, അടുത്ത ഒരു മണിക്കൂറിനുള്ളിൽ വളരെ കൃത്യമായി സൈന്യം തന്നെ വിശദീകരിക്കും. ഒരുപക്ഷെ ഒരു ചോദ്യോത്തര വേളയൊന്നും അതിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. എങ്കിൽ കൂടി എന്താണ് സംഭവിച്ചത് എന്ന് സൈന്യം വിശദീകരിക്കും. തീർച്ചയായും അതും അനിവാര്യമാണ്. കാരണം ബാലാക്കോട്ടിലൊക്കെ നമ്മൾ കണ്ടതാണ്, ഒരു ആക്രമണത്തിന് ശേഷം ഇല്ലാത്ത നുണപ്രചാരണങ്ങളിലൂടെ പാകിസ്ഥാൻ ഇങ്ങനെ ധാരാളം വിമാനങ്ങളെ വെടിവെച്ചിട്ടെന്നും ഇന്ത്യൻ വിമാനങ്ങളെ വെടിവെച്ചിട്ടെന്നും ഒക്കെ ഇപ്പോൾ പറയുന്നതിന് സമാനമായ നുണകൾ ആ സമയത്തും പ്രചരിപ്പിച്ചതാണ്. അതുകൊണ്ട് ഈ വിശദീകരണം വളരെ പ്രധാനമാണ്. പറഞ്ഞോളൂ. അല്ല, അന്ന് ഈ വീഡിയോ ഗെയിമിന്റെ അടക്കം ദൃശ്യങ്ങളൊക്കെ പ്രചരിപ്പിച്ചതാണ് സൈനിക ആക്രമണം, സൈനിക നടപടി എന്നൊക്കെ പറഞ്ഞു. തീർച്ചയായും അത് തന്നെയാണ്. അങ്ങനെ വ്യാപകമായി നുണപ്രചാരണം നടത്തുന്നുണ്ട്. ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നു. അതായത് സോഷ്യൽ മീഡിയയിലൂടെ 5 വിമാനങ്ങൾ, ഇന്ത്യയുടെ 5 വിമാനങ്ങളെ വെടിവെച്ചിട്ടു എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. യഥാർത്ഥത്തിൽ എത്ര വിമാനങ്ങൾ ഈ ഓപ്പറേഷനിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നും ആ വിമാനങ്ങൾ ഏതെല്ലാം മേഖലയിലാണ് നിന്നാണ് പോയത് എന്നുമൊക്കെ ഇനി വിശദീകരിക്കപ്പെടേണ്ട വിഷയങ്ങളാണ്. അപ്പോൾ ഈ ഇത്തരം പ്രചാരണങ്ങളെ ചെറുക്കാൻ വേണ്ട ഇടപെടൽ കൂടി സൈന്യം അടിയന്തരമായി നടത്തും. നമുക്കറിയാം ഈ പ്രചാരണ യുദ്ധം എന്നതും വളരെ പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ് ഇത്തരമൊരു നടപടിയിൽ. അതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കാൻ വേണ്ട ഇടപെടൽ സൈന്യം നടത്തും എന്ന കാര്യത്തിലും നമുക്ക് സംശയമൊന്നുമില്ല. നമുക്ക് ഈ ഭീകര ക്യാമ്പുകൾ കൃത്യമായി ലക്ഷ്യമിടാൻ തക്കവണ്ണമുള്ള പരിശീലനം സിദ്ധിച്ച സൈനികർ തന്നെ ഇടപെട്ടുകൊണ്ടുള്ള, അതായത് 3 സേനാ വിഭാഗങ്ങളും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വരുന്ന വാർത്ത. ആ കാര്യത്തിൽ കൂടുതൽ വിശദീകരണം വരേണ്ടതുണ്ട്. എങ്കിൽ കൂടി വളരെ കൃത്യമായി ഈ ഭീകരവാദ കേന്ദ്രങ്ങളെ ലക്ഷ്യമിടാൻ വേണ്ട ഉപകരണങ്ങൾ വെച്ചുകൊണ്ടുള്ള ആക്രമണം തന്നെയാണ് നടത്തിയിട്ടുള്ളത്. 9 ലക്ഷ്യങ്ങളിൽ 4 പാകിസ്ഥാനിലും 5 പാക് അധീന കാശ്മീരിലുമാണുള്ളത്. പാകിസ്ഥാനിലെ ലക്ഷ്യങ്ങളിൽ ബഹാവൽപൂർ, മുരീദ് കെ, സിയാൽകോട്ട് എന്നിവയും ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. ഇതെല്ലാം പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങൾ കൂടിയാണ്. ഒരേ സമയം ഇതെല്ലാം ഭീകരവാദ കേന്ദ്രങ്ങളും അതേസമയം സൈനിക കേന്ദ്രങ്ങളുമാണ്. നമുക്കറിയാം, നേരത്തെ ഇവിടെ വന്നിരുന്ന യുദ്ധവിദഗ്ധരും സൈനിക മേധാവികളും ഒക്കെ പറഞ്ഞു പോകുന്നത് സേതു കേട്ട് കാണുമല്ലോ. ഇവിടെയെല്ലാം ഈ സൈന്യം തന്നെ ഈ ഭീകരവാദികളെ വളർത്തിയെടുക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നു. പാകിസ്ഥാൻ എന്ന രാഷ്ട്രം തന്നെ സമ്പൂർണ്ണമായി ഭീകരവാദികളെ ലോകത്തിന് മുഴുവൻ സപ്ലൈ ചെയ്യുന്ന
ഒരു ഹാച്ചറിയായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ലോകരാഷ്ട്രങ്ങൾക്കും അറിവുള്ളതാണ്. പക്ഷേ ഈ ജിയോ പൊളിറ്റിക്കൽ സാഹചര്യങ്ങളിൽ പലതരത്തിലുള്ള കളികളും ഒക്കെ നടക്കുന്നത് കൊണ്ട് പിന്നെ ചില ഭീകരവാദ ശക്തികൾ ചില മേഖലകളിൽ വളരുന്നത് ചില രാജ്യങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി കൂടിയാണ് എന്നുള്ളത് കൊണ്ട് ഇത് പലരും കണ്ണടച്ചു വിടുന്നു. അല്ലെങ്കിൽ നേരിട്ട് പാകിസ്ഥാന്റെ മണ്ണിൽ തന്നെ അമേരിക്കയടക്കം കയറി ആക്രമിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. ഭീകരവാദത്തെ ചെറുക്കാനാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത് എന്ന് ആവർത്തിച്ചു പറയാൻ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയശങ്കർ അടക്കം ഈ ആക്രമണത്തിന് തൊട്ടടുത്ത ഘട്ടത്തിൽ തന്നെ തയ്യാറായി എന്നുള്ളത് നമ്മൾ ഈ ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം അവിടുത്തെ സൈന്യത്തോട് നേരിട്ട് ആക്രമിക്കുകയല്ല, പാകിസ്ഥാനോട് യുദ്ധം ചെയ്യുകയല്ല, പക്ഷേ ഇന്ത്യക്ക് പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട്. ഇന്ത്യയിലേക്ക് ഭീകരവാദത്തെ കയറ്റി അയച്ചാൽ ആ ഭീകരവാദികളെ ആ മണ്ണിലായാലും കടന്നു കയറി കൊന്നു തീർക്കാനുള്ള ശേഷി ഇന്ത്യക്കുണ്ട് എന്ന് തന്നെയാണ് ഇന്ത്യ പറയുന്നത്. ഇതിലേറ്റവും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, രണ്ട് ആണവ ശക്തികളാണ് മുഖാമുഖം നിൽക്കുന്നത് എന്നുള്ള വലിയ പ്രശ്നം ലോകം അഭിമുഖീകരിക്കുന്നുണ്ട്. വേറെ എവിടെയും ഈ നിലയ്ക്ക് യുദ്ധം നടക്കുമ്പോൾ രണ്ട് ആണവ ശക്തികൾ തമ്മിൽ നിരന്തരം ഏറ്റുമുട്ടുന്ന, നിരന്തരം പരസ്പരം ആക്രമിക്കുന്ന ശത്രു രാജ്യങ്ങളായി നിലനിൽക്കുന്നില്ല എന്നതുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ ചൈനയുമായിട്ടുള്ള സംഘർഷമൊക്കെ ഉണ്ടാകുമ്പോഴും ഇന്ത്യയും ചൈനയും തമ്മിൽ വലിയ ട്രേഡ് വ്യാപാര ഇടപാടുകൾ നടക്കുന്നത് കൊണ്ട് ആ നിലയ്ക്ക് കൂടുതൽ വലിയ സംഘർഷത്തിലേക്ക് ഇപ്പോൾ പോകാൻ ഇന്ത്യയും ചൈനയും ആഗ്രഹിക്കുന്നില്ല. ഇവിടെ പാകിസ്ഥാൻ്റെ കാര്യത്തിൽ പക്ഷേ അങ്ങനെയല്ല. ഒരു ശത്രു, പ്രത്യേകിച്ച് പഹൽഗാമിന് ശേഷം തീരെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വ്യാപാരം നടക്കുന്നില്ല. നയതന്ത്ര ബന്ധങ്ങൾ സമ്പൂർണ്ണമായി ഏതാണ്ട് തകരാറിലായ അവസ്ഥയിലാണ്. ഒരു ശത്രു രാജ്യം എന്ന നിലയിൽ തന്നെ സമ്പൂർണ്ണമായി ഇന്ത്യയെ പരിഗണിക്കുകയാണ് പാകിസ്ഥാനും. ഇന്നിപ്പോൾ ഈ ആക്രമണത്തിന് ശേഷമുള്ള അവരുടെ വാർത്താക്കുറിപ്പിൽ പോലും അവർ കൃത്യമായി പറയുന്നത് ശത്രു ഞങ്ങളെ ആക്രമിച്ചു എന്ന മട്ടിൽ തന്നെയാണ് അവർ കാര്യങ്ങളെ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഭീകരവാദ കേന്ദ്രത്തെ ആക്രമിച്ചു എന്നവർ സമ്മതിച്ചു തരികയുമില്ല. പക്ഷെ നമുക്ക് ഓർത്തെടുക്കേണ്ട ഒന്നുണ്ട്, അമേരിക്കൻ സേന തന്നെ പാകിസ്ഥാന്റെ മണ്ണിൽ കടന്നു കയറി ഒസാമ ബിൻ ലാദനെ അടക്കം വധിക്കുന്ന സാഹചര്യം നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഈ ഭീകരവാദത്തെ ചെറുക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് എന്ന നമ്മുടെ വാദത്തെ പറഞ്ഞു നിൽക്കാനുള്ള സാഹചര്യം നേരത്തെ തന്നെ പാകിസ്ഥാൻ സൃഷ്ടിച്ചിട്ടുമുണ്ട്. ഇതൊക്കെ ആയിരിക്കുമ്പോഴും ആണവ തലപ്പുകൾ സ്വന്തമായി കൈവശമുള്ള രാജ്യമാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് സുദീർഘമായ ഒരു യുദ്ധത്തിലേക്ക്, നേർക്കുനേറുള്ള ഒരു യുദ്ധത്തിലേക്ക് ഈ രണ്ട് രാജ്യങ്ങളെയും കൊണ്ടെത്തിക്കാൻ ലോകശക്തികൾ തയ്യാറാവില്ല എന്നതുകൊണ്ട് തന്നെ വളരെ വൈകാതെ ഈ കാര്യത്തിൽ കൂടുതൽ ഇടപെടലുകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. കഴിഞ്ഞ ദിവസം സുരക്ഷാ സമിതിയുടെ യോഗം, ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയുടെ യോഗം ചേർന്നിരുന്നു. അവിടെ കൂടുതൽ വിവരങ്ങൾ അവർ പുറത്തുവിട്ടില്ലെങ്കിലും അവരവരുടെ വാദങ്ങൾ വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു എന്ന അവകാശവാദമാണ് ഇന്ത്യയും പാകിസ്ഥാനും ആ ഘട്ടത്തിൽ മുന്നോട്ട് വച്ചത്. എന്തായാലും ആ ഇടപെടലുകളെല്ലാം തീർച്ചയായും ഈ ഘട്ടത്തിൽ ഇനി ഉണ്ടാവും. വലിയൊരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കടന്നു പോകുമോ എന്നത് അതിനുള്ള സാധ്യത താരതമ്യേന കുറവാണ്.